ദൈവ കുടുംബം എന്ന് പറയുമ്പോൾ ഞാൻ ഇന്ന് രാവിലെ പറയായിരുന്നു, ഇവിടെ ചർച്ചിൻ്റെ ചില കാര്യങ്ങൾ ഇവിടെ നിന്ന് എഴുതി പോസ്റ്റേഴ്സായിട്ട് വെച്ചിട്ടുണ്ട്. എത്ര പേരത് വായിക്കുന്നുണ്ടെന്ന് അറിയത്തില്ല. ഹൗസ് ഓഫ് പ്രെയർ ഇസ് എ ഫാമിലി. We are all born into a family to restore and grow the Father's family as a corporate family. പിതാവായ ദൈവത്തിൻ്റെ കുടുംബമാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ കുടുംബം, ഏറ്റവും പുരാതന കുടുംബം. ഇനി നിത്യമായി നിലനിൽക്കാൻ പോകുന്ന കുടുംബവും പിതാവായ ദൈവത്തിൻ്റെ കുടുംബമാണ്. ശരിയല്ലേ? നമ്മുടെ ഈ ഭൂമിയിലെ കുടുംബമൊക്കെ തൽക്കാലം ഒരു തലമുറ രണ്ട് തലമുറ പിന്നെ വീട്ടുപേര് പോലും ആർക്കും അറിയത്തില്ല. ഞാൻ ചിലപ്പോൾ ചോദിക്കാറുണ്ട് ഈ മലയാളികളോട്, നിങ്ങളുടെ കൊച്ചുമക്കൾക്ക് എത്ര പേർക്ക് നിങ്ങളുടെ കുടുംബ പേര് കൃത്യമായിട്ട് പ്രൊണൗൺസ് ചെയ്യാൻ അറിയാം? വലിയ വായിക്കൊള്ളുന്ന വീട്ടുപേരുകളാണോ? ആലോചിച്ച് നോക്കിയേ, അല്ലേ? അത് പറയാൻ പോലും, അത് അടുത്ത തലമുറയ്ക്ക് ഓർമ്മ പോലും കാണത്തില്ല ആരാന്ന്. ഇത്രയേ ഉള്ളൂ ഈ ഭൂമിയിലെ കുടുംബം. പക്ഷേ എൻ്റെ നിത്യനായ പിതാവിൻ്റെ കുടുംബത്തിലേക്കാണ് ദൈവം നമ്മളെ കൊണ്ടുവന്നുവെങ്കിൽ ആ കുടുംബത്തിൽ ആസ് വെൽ ആസ് റിസ്റ്റോറിങ് ഇൻഡിവിജ്വൽ ഫാമിലീസ്, ഒറ്റയ്ക്കൊറ്റയ്ക്കുള്ള കുടുംബങ്ങളെ റിസ്റ്റോർ ചെയ്യുക. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കേൾക്കുന്നൊരു കാര്യമാണ്, അല്ലേ? റിവൈവലിൻ്റെ ഒരു പാർട്ടാണ് റിസ്റ്റോറേഷൻ. അങ്ങനെയെങ്കിൽ കുടുംബങ്ങളെ ദൈവം യഥാസ്ഥാനപ്പെടുത്തി പുനഃപ്പണി ചെയ്തുകൊണ്ടിരിക്കുക, അല്ലേ? അതിൻ്റെ കൂടെ ടു റിഫ്ലക്റ്റ് ഗോഡ്സ് ഡിസൈൻ, ഞാൻ പറഞ്ഞല്ലോ, ടു ബ്രിങ് ബാക്ക് ദ ഒറിജിനൽ പാറ്റേൺ. കുടുംബങ്ങളിലുള്ള ദൈവത്തിൻ്റെ ഡിസൈൻ പാറ്റേൺ എന്താണോ അതിലേക്ക് കുടുംബങ്ങളെ ദൈവം വളർത്തിയെടുത്തുകൊണ്ടിരിക്കുക. ആ കുടുംബങ്ങൾ ചേരുന്നതാണ് ദൈവ കുടുംബം എന്ന ദൈവസഭ. ഇൻ ഹോൾനെസ് ആൻഡ് ഫ്രീഡം, സ്വാതന്ത്ര്യത്തിലും ആ പറഞ്ഞ പോലെ ആ മുഴുവനായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ നമുക്ക് കഴിയണം, ദൈവത്തിനായിട്ട് ജീവിക്കുവാൻ നമുക്ക് കഴിയണം പ്രിയപ്പെട്ടവർ. അതിനുവേണ്ടിയാണ് ദൈവം നമ്മളെ ഒരുമിച്ച് കൊണ്ടുവരുന്നത്. ഒരു വാക്യം, കുറിവാക്യമായിട്ട് ഞാനൊന്ന് വായിക്കാം. 2 Corinthians chapter 6 verse 10. 2 കൊരിന്ത്യർ 6-ാം അധ്യായം 10-ാം വാക്യം. 2 കൊരിന്ത്യർ 6-ാം അധ്യായം 10-ാം വാക്യം. ദുഃഖിതരെങ്കിലും എപ്പോഴും സന്തോഷിക്കുന്നവർ, ദരിദ്രരെങ്കിലും പലരെയും സമ്പന്നരാക്കുന്നവർ, ഒന്നുമില്ലാത്തവർ എല്ലാം കൈവശമുള്ളവരായി തന്നെ. ഇതാണ് ഒരു അപ്പോസ്തലൻ പറഞ്ഞ സാക്ഷ്യം. അന്നത്തെ അപ്പോസ്തലൻ പറഞ്ഞ എന്താണെന്നറിയാം? ദുഃഖിതരെങ്കിലും എപ്പോഴും സന്തോഷിക്കുന്നു. ഞാൻ ചോദിച്ചോട്ടെ, ഇതേ അപ്പോസ്തലനല്ലേ വേറൊരിടത്ത് പറയുന്നത് സന്തോഷിപ്പീൻ, വീണ്ടും പറയുന്നു? പക്ഷേ ഇത് രണ്ടും കൂടെ എങ്ങനെയാണ് ചേരുന്നത്? ഒരിടത്ത് പറയുന്നു എപ്പോഴും സന്തോഷിക്കണമെന്ന്, ഇങ്ങനെ പറയാം ഞാൻ ദുഃഖിതനാണ് കേട്ടോ. ഹൗ ഡസ് ഇറ്റ് മാച്ച്? അല്ലേ? അതെങ്ങനെ ശരിയാവും? അല്ലേ? എല്ലാവരോടും സന്തോഷിക്കാൻ പറയുന്ന ആളെ പറയണം ഞാൻ എപ്പോഴും അല്ല, പുള്ളിയുള്ള സത്യം ഇതാണ്. ഈ ബൈബിളിലുള്ളൊരു വലിയൊരു ഗുണം ഉള്ളത് പരമാർത്ഥമാണ് എഴുതി വച്ചിരിക്കുന്നത്. നമുക്കൊക്കെ റിലേറ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ് ബൈബിളിലുള്ളത്. അല്ലാതെ ഇതെന്തോ പറഞ്ഞ ചില അമാനുഷ്യർക്ക് മാത്രം മനസ്സിലാകുന്നതും അനുഭവിക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല ബൈബിളിൽ. പച്ച മനുഷ്യർക്ക് മനസ്സിലാകുന്ന ഭാഷയിലും പച്ച മനുഷ്യർ അനുഭവിക്കുന്ന കാര്യങ്ങളും നമ്മൾ പച്ചയ്ക്ക് നമ്മൾ എങ്ങനെ ജീവിക്കണം, ശുശ്രൂഷിക്കണം എന്നുള്ളത് തന്നെയാണ് ബൈബിളിൽ പറയുന്നത്. ഇന്നത്തെ പ്രശ്നം നമ്മൾ അതിനെ ആ ഒരു അതിൻ്റെ ആ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനിൽ നിന്നെടുത്ത് ഇതിനൊരു സ്പിരിച്വൽ കളർ കൊടുത്ത് ഇതൊന്നും നമുക്ക് പറ്റത്തേ ഇല്ല എന്ന് പറഞ്ഞാൽ ഒത്തിരി പേരെന്ത് ചെയ്യും? ഈ സുല്ലിട്ട് മാറിയിരിക്കുക എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഒത്തിരി പേര് സുല്ലിട്ട്, നിങ്ങൾ പലരുടെ ഇരിപ്പ് കണ്ടാൽ തന്നെ അറിയാം, ഞാൻ സുല്ലിട്ടേ നമുക്കിതൊന്നും പറഞ്ഞിട്ടില്ല. ഇതാണ് ഈ പ്രശ്നം. നമ്മൾ ചർച്ചസ് നമുക്ക് തന്നിരിക്കുന്ന ഒരു മെസ്സേജ് അങ്ങനെ, യു കനോട്ട് ഡു ഇറ്റ്, യു വിൽ നോട്ട് ലിവ് ഇറ്റ് അപ് ടു ഇറ്റ്, നിന്നെ കൊണ്ടത് പറ്റത്തില്ല. അങ്ങനെ അല്ല, പച്ച മനുഷ്യരാണ് അപ്പോസ്തലന്മാർ. അതുകൊണ്ടാണ് പറയുന്നത് ദുഃഖിതരാണ് പക്ഷേ എപ്പോഴും സന്തോഷിക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ. ഞാൻ എന്നിലേക്ക് നോക്കിയാൽ എനിക്ക് സന്തോഷിക്കാൻ വകയില്ല, പക്ഷേ കർത്താവിൽ എനിക്ക് സന്തോഷിക്കാൻ വകയുണ്ട്. എത്ര പേർക്ക് മനസ്സിലായി? അല്ലേ? നമ്മളിലേക്ക് നോക്കി എന്തായി സന്തോഷിക്കാനുള്ളതോ? ഇല്ല. ഒത്തിരി ദുഃഖത്തിനുള്ള വഴികളുണ്ട്, ഒത്തിരി എന്നെ ദുഃഖിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ടാകും, നമ്മുടെ എല്ലാം ജീവിതത്തിലുണ്ട്, നമ്മുടെ കുടുംബങ്ങളിലുണ്ട്, സഭകളിലുണ്ട്. പക്ഷേ ഇൻസ്പയർഡ് ഓഫ് ഓൾ ദാറ്റ് വി ചൂസ് ടു റിജോയ്സ് ഇൻ ദ ലോർഡ്. ഞാൻ കർത്താവിൽ സന്തോഷിക്കുവാൻ തീരുമാനിക്കുന്നു, അല്ലേ? അതാണ് നിലനിൽക്കുന്ന സന്തോഷം, കർത്താവിലുള്ള സന്തോഷം. അതുകൊണ്ടാണ് പൗലോസ് വീണ്ടും പറയുന്നത്, പിന്നെയും ഞാൻ നിങ്ങളോട് പറയുന്നു സന്തോഷിപ്പീൻ. ആൻഡ് അഗെയിൻ ഐ സേ റിജോയ്സ്. കർത്താവിൽ സന്തോഷിപ്പീൻ. അടുത്തത്, ദരിദ്രരെങ്കിലും പലരെയും സമ്പന്നരാക്കുന്നവർ. ഇവിടെ യൂസഫ് അലിമാരും രവിപ്പിള്ളമാരും ഒക്കെ ഉള്ളവർ കൈപോക്കിക്കേ. ഇന്ന് ലോകം നോക്കുമ്പോൾ അവരൊക്കെ അല്ലേ വലിയ ആൾക്കാരല്ലേ, അവർ വലിയ പണക്കാരാണ്.
നമ്മളാരും അങ്ങനെയുള്ളവരൊന്നും അല്ല. നമ്മളാരാണ്? ദരിദ്രർ. ഇതൊക്കെ പറയാൻ നമുക്കൊരു ചെറിയ മടി. ദരിദ്രവാസികളൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. അല്ലേ പച്ചമലയാളത്തിൽ പറയുന്നത് ശരിക്കും അല്ലേ? നമ്മുടെ കോട്ടയം ബൈബിൾ ഒരു തിരുവനന്തപുരം ഭാഷയിൽ എഴുതിയിരിക്കുന്നെങ്കിൽ ദരിദ്രവാസികളെല്ലാവരും ദരിദ്രരെങ്കിലും പലരെയും കണ്ടോ. ഇത് നമുക്ക് മാത്രം കഴിയുന്നൊരു കാര്യമാണ്. നമ്മൾ ദരിദ്രരായിരിക്കും, പക്ഷെ മറ്റുള്ളവരെ നമ്മൾ സമ്പന്നരാക്കും. എത്ര പേർക്ക് അത് മനസ്സിലായി? യു മേ ബി പുവർ ബട്ട് യു വിൽ ബി മേക്കിംഗ് അതേഴ്സ് റിച്ച്. നമ്മൾ പുവറാണെങ്കിൽ മറ്റുള്ളവരെ കൂടെ പുവറാക്കും. അതാണ് നമ്മുടെ സ്വഭാവം. പക്ഷേ ഇതങ്ങനല്ല. ഞാൻ ദരിദ്രനാണ്, പക്ഷേ അനേകരെ സമ്പന്നനാക്കുവാൻ എന്നെ ദൈവം ഉപയോഗിക്കുക എന്നുള്ള കാര്യം മറക്കരുത്. അടുത്തത് ഒന്നുമില്ലാത്തവർ. ഒന്നുമില്ലാത്തവരൊക്കെ അതിന് നല്ല മലയാളം ഭാഷയുണ്ട്. പക്ഷേ ചർച്ചിൻ്റെ പുൽപ്പറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വരയ്ക്ക് ഇയാളെന്ത് തറയാവുന്നത്, അതുകൊണ്ടാണ് മിണ്ടാത്. ഒന്നുമില്ലാത്തവർ എന്താണ് അറിയാമല്ല പറയുന്ന വാക്ക്, നിങ്ങൾ തന്നെ ഇട്ടോ, ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ്. ഒന്നുമില്ലാത്ത ശരിയാ, ഒന്നുമില്ലാത്തവരാ, പക്ഷേ എല്ലാം കൈവശമുള്ളവരായി തന്നെ. എല്ലാം കയ്യിലുള്ളതുപോലെ അഭിനയിക്കുകയല്ല. എൻ്റെ പിതാവ് കർത്താവിൻ്റെ വേലക്കിറങ്ങി 42 തോന്നുന്നു സിലോണിൽ പോയി. അവിടെ ഒരു ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ പോസ്റ്റിംഗ് കേരളത്തിലൊരു ചർച്ചിലേക്കാണ്. അന്ന് സിലോൺ പെന്തക്കോസ്ത് മിഷൻ എന്ന് പറഞ്ഞൊരു പെന്തക്കോസ്ത് സഭയില്ല. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പോസ്റ്റിംഗ് കോട്ടയം കൊല്ലാട്ടുകാർ ഇവിടെ ഉണ്ടല്ലേ. അപ്പം അവിടെ വന്നപ്പം പെന്തക്കോസ്തിൻ്റെ ആരാധന അന്ന് കൂടി 2 സഭകളെ ഉള്ളൂ അന്ന് ശരിക്കും പറഞ്ഞാൽ. ഒന്ന് ഈ പറഞ്ഞ പോലെ CPMൻ്റെ ആരാധന, ഇപ്പുറത്ത് IPCയുടെ ആരാധന. PM ഫിലിപ്പ് സാറുണ്ട്, എൻ്റെ പിതാവ്. ഇവർ രണ്ടും ഒന്ന് ചെറുപ്പമെന്ന് ഓർക്കണം. അപ്പം ഈ അന്നത്തെ കാലത്ത് ഈ കർത്താവിൻ്റെ വേല ചെയ്യാമെന്ന് പറഞ്ഞാൽ വിശ്വാസത്താലാണ് അവരുടെ വേല, അതായത് വിശ്വാസത്താലാണ് അവരുടെ ജീവിതം. പട്ടിണി എന്ന് പറഞ്ഞാൽ ഇതുപോലൊരു പട്ടിണി വേറെയില്ല. അവർ രാവിലെ എൻ്റെ പിതാവ് 4 മണിക്ക് എഴുന്നേറ്റ് എല്ലാവരും കൊണ്ടിരുന്ന് പ്രാർത്ഥിക്കണം. സ്തോത്ര പ്രാർത്ഥനയുണ്ട്. അപ്പോൾ സ്തോത്ര പ്രാർത്ഥന എല്ലാം കഴിഞ്ഞ് ഈ പറഞ്ഞ പോലെ അടുത്തത് ഒരു കട്ടൻ ചായ ഇട്ടാൽ കുടിക്കായിരുന്നില്ലേ. പക്ഷേ ഈ പറഞ്ഞ പോലെ ഒന്നുമില്ല, തേയിലയില്ല, കാപ്പിപ്പൊടിയില്ല, പഞ്ചസാരയില്ല, ഒന്നുമില്ല. പക്ഷേ എൻ്റെ പിതാവ് വന്ന് സിസ്റ്ററെ മദറെ, ഫെയ്ത്തോമിലുള്ള ചിലരാണല്ലോ, ഒരു മദർ കാണും, സിസ്റ്റേഴ്സുണ്ട്, ബ്രദേഴ്സുണ്ട്, എൽഡേഴ്സ് അല്ലെങ്കിൽ പാസ്റ്റേഴ്സുണ്ട്. അപ്പം ശരി, നമ്മളെത്ര 6 പേരുണ്ട്. 6 ഗ്ലാസ് വെള്ളം ഇങ്ങെടുത്തുകൊണ്ട് വന്നാട്ട് ഉടനെ ഒരു സിസ്റ്റർ പോയി അടുക്കളയിൽ പോയി വെള്ളം 6 ഗ്ലാസ്സിലൊഴിച്ച് ട്രേ കൊണ്ടുവന്ന് വയ്ക്കും. ശരി, എന്തോ ചെയ്യാൻ പോവാ? എല്ലാവരും ഇരുന്നാട്ട്. ഓക്കെ, ഈ വെള്ളത്തെ കർത്താവ് ഹോർലിക്സ് ആക്കി തന്നിരിക്കുകയാൽ നമുക്ക് സ്തോത്രം ചെയ്യാം. ഉടനെ എല്ലാം ശോതരാം എല്ലാവരും കൂടെ സ്തോത്രം ചെയ്തു. 6 പേരും കൂടെ ഹോർലിക്സ് കുടിച്ചു. ഇന്ന് നിങ്ങളുടെയൊക്കെ വീട്ടിൽ എത്ര ഹോർലിക്സ് ഉണ്ട്? ഒരു ഹോർലിക്സൊക്കെ കുടിക്കാൻ കൊതിച്ച കാലങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ, അല്ലേ? പക്ഷേ ഇന്ന് നമുക്കെല്ലാം ഉണ്ട്, പക്ഷേ നമ്മൾ ആരെ സമ്പന്നരാക്കുന്നു? നമ്മൾ തന്നെ ഇങ്ങനെ ദാരിദ്ര്യം പറഞ്ഞിരിക്കുക അല്ല. ഒരു പക്ഷേ നമുക്കൊന്നുമില്ലായിരിക്കും, പക്ഷേ ഈ പറഞ്ഞ പോലെ ഇല്ലാത്ത അവസ്ഥയിലും സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കാൻ നമുക്ക് കഴിയും. ഇങ്ങനെയുള്ള ഭക്തന്മാരൊക്കെ ആയിരുന്നു പ്രിയപ്പെട്ടവർ ഈ കേരളത്തിലൊക്കെ ഉണ്ടായിരുന്നത്, അല്ലേ? അവരൊക്കെയാണ് ഈ വിശ്വാസ ജീവിതത്തിൽ മുന്നോട്ട് നമുക്കൊരു മാതൃക കാണിച്ചത്. പക്ഷേ ഇന്നത്തെ പുതിയ തലമുറയ്ക്ക് വിശ്വാസം എന്തൊന്നും അറിയത്തില്ല, അല്ലേ? ദൈവാശ്രയവും ഇല്ല, ഒന്നുമില്ലാത്തൊരു കാലത്താണ് ഇന്ന് സഭ വന്ന് കേൾക്കുന്നത്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഈ പഴയ കഥയൊക്കെ പറയുന്നത് വേറൊന്നിനുമല്ല, നമ്മുടെ വിശ്വാസ ജീവിതത്തെ ഒന്ന് വാസ്തവമായിട്ട് പൊടിതട്ടിയെടുത്ത് കർത്താവേ ഇതല്ലേ ഒന്നുമില്ലാത്തവരെങ്കിലും എല്ലാം കൈവശമുള്ളവരായി തന്നെ. ഒന്നുമില്ല, പക്ഷെ എല്ലാം കൈവശമുള്ളവരെ പോലെയാണ് നമ്മൾ മുന്നോട്ട് ജീവിക്കുന്നത്. അവർ കൈവശമുള്ളവരെ പോലെയൊന്നും അല്ല, കൈവശമുള്ളവരായി തന്നെ. അതിൻ്റെ അർത്ഥം എല്ലാം ഉണ്ട്, പക്ഷെ പുറമേ നോക്കുമ്പോൾ ഒന്നും ഇല്ല. പണ്ടൊരു ഉപദേശി ഉണ്ടായിരുന്നു, വല്ലവരും വിരുന്നുകാർ വീട്ടിൽ വന്നാൽ ഉടനെ ഒരു വർത്തമാനം, പുള്ളിക്ക് സ്ഥിരം ഒരു ഡയലോഗ് ഉണ്ടായിരുന്നു. എൻ്റെ പൊന്നെ, നിങ്ങൾ ഇന്ന് വന്നപ്പോൾ ഇന്നലെ വരെ ഇവിടെ ഇറച്ചി വേവിച്ച ഉണ്ടായിരുന്നു, മീൻ വേവിച്ച് വെച്ച് കൊല പഴുത്ത് കിടപ്പുണ്ടായിരുന്നു, അയ്യോ എല്ലാം. പക്ഷേ ഇന്ന് നോക്കിയിട്ടൊന്ന് ഇത് സ്ഥിരം നമ്പറാണ് പുള്ളിയുടെ. അതായത് പുള്ളിക്ക് അന്നവിടെ
ഇല്ല എന്നങ്ങോട്ട് സമ്മതിക്കാൻ ഒരു മടി. അതിന് പകരം പുള്ളി എൻ്റെ കൂടെ ചേർന്ന് പറയുന്നൊരു കാര്യമാണ്, ഇന്നലെ ഈ സമയം വരെ ഇവിടെ എല്ലാം ഉണ്ടായിരുന്നു, ചോറും കറിയൊക്കെ ഉണ്ട്, പക്ഷേ ഇന്നിപ്പോൾ നിങ്ങൾ വന്നപ്പോൾ ഒന്നും തരാനില്ലല്ലോ, എന്തൊരു കഷ്ടമായിപ്പോയി, ഇന്നലെ ഇല്ലായിരുന്നു എന്ന് പറഞ്ഞാൽ എന്താ പ്രശ്നം അല്ലേ? എന്ന് പറഞ്ഞാൽ എന്താ പ്രശ്നം? അപ്പം ഇവിടെയാണ് പൗലോസ് പറയാം, ഇന്നത്തെ പ്രശ്നം. ഒരിക്കൽ യേശുവിൻ്റെ അടുത്ത് ആയിരങ്ങൾ കൂടി വന്ന് താനായിരുന്നു അങ്ങോട്ട് സംസാരം തുടങ്ങി. യേശുവിന് സംസാരം കേട്ടാൽ പോകാൻ തോന്നത്തില്ലല്ലോ അല്ലേ? ഇപ്പം നിങ്ങളിപ്പോൾ എന്താ ചെയ്ത് ഇവനൊന്ന് നിർത്തിയിരുന്നെങ്കിൽ. പക്ഷേ യേശു തുടങ്ങിക്കഴിഞ്ഞാൽ ആരും അങ്ങനെ പ്രാർത്ഥിക്കത്തില്ല, ദൈവം ഇയാളൊന്ന് നിർത്താതിരുന്നെങ്കിൽ എന്ന് വെച്ചിട്ട് ഈ പകൽ മുഴുവൻ ഇരുന്ന് സന്ധ്യയായി. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരു ചെറിയ പ്രശ്നം. മത്തായി സുവിശേഷം 14-ാം അധ്യായം 15-16, മാത്യു ചാപ്റ്റർ 14, 15 and 16, മത്തായി 14-ന്റെ 15-16. വൈകുന്നേരമായപ്പോൾ ശിഷ്യന്മാർ അവന്റെ അടുക്കൽ ചെന്ന്, ഈ സ്ഥലം മരുഭൂമിയിലാണ് അവിടെ കൺവെൻഷൻ നടക്കുന്നത്, കാരണം വേറെ ഗ്രൗണ്ട് വേണ്ടേ. ഓക്കെ, നേരവും വൈകി. പുരുഷാരം അതിൻ്റെ അർത്ഥം ആയിരക്കണക്കിന് ജനമുണ്ട്. ഗ്രാമങ്ങളിൽ പോയി ഭക്ഷണ സാധനങ്ങൾ കൊള്ളേണ്ടതിന് അവരെ പറഞ്ഞയക്കണം എന്ന് പറഞ്ഞു. കണ്ടോ, വളരെ ന്യായമായ കാര്യമാണ്. ശിഷ്യന്മാർ നോക്കിയപ്പോൾ ഈ പാവങ്ങൾ രാവിലെ തൊട്ട് ഇരിക്കുന്നു, വൈകുന്നേരമായി ഇരുട്ടി, ഇനി ഒത്തിരി ദൂരെ നിങ്ങൾക്ക് പോകണം, ഇവിടെ ആണെങ്കിൽ ഭക്ഷണമില്ല, അതുകൊണ്ട് എന്ത് ചെയ്തേക്കണം, പറഞ്ഞു വിട്ടേക്കണം. ഉടനെ യേശു അയ്യോ ഐ എം സോറി, ഞാനത് ഓർത്തില്ല കേട്ടോ. ഓക്കെ അപ്പോൾ നമുക്ക് പ്രാർത്ഥിച്ച് ആശീർവാദം പറയാമല്ലോ, എല്ലാവർക്കും എഴുന്നേറ്റിരിക്കാം എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് യോഗം പിരിച്ചുവിടാനല്ല യേശു തീരുമാനിച്ച്. അടുത്ത വാക്യം, യേശു അവരോട് അവർ പോകുവാൻ ആവശ്യമില്ല. എൻ്റെ അർത്ഥം they don't have to go, we don't have to send them. അവരെ പറഞ്ഞു വിടാൻ പോകുന്നില്ല. അടുത്തത്, നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീൻ എന്ന് പറഞ്ഞു. ഷടാ, ഈ ചെന്ന് യേശുവിനോട് ഇത് പറഞ്ഞ ആൾക്കാരുടെ ഒരു സ്ഥിതി ആലോചിച്ച് നോക്കി. ചിലപ്പോൾ കുറിപ്പായിരിക്കും എഴുതി കൊടുത്തു വിട്ടത്. യോഗം നിർത്തി പിരിച്ചു വിടണേ, സമയമായി, ദൂരെയാണ്, ഇരുട്ട്. യേശു എഴുന്നേറ്റ് എല്ലാവരുടെയും മുമ്പേ വെച്ച് നിങ്ങൾ ഇവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീൻ എന്ന് പറഞ്ഞിട്ട് അങ്ങിരുന്നു. ദൈവമേ, ബോംബിട്ടോലായിപ്പോയി. ശിഷ്യന്മാർ 12 പേരുടെ ഒരു സ്ഥിതി ആലോചിച്ച് നോക്കി. നമ്മളെന്തുവാ ഈ മനുഷ്യനോട് പറഞ്ഞത്, ഇയാളെന്തോ ഈ വിളിച്ചു പറഞ്ഞത് അല്ലേ? മർക്കോസിന് സുവിശേഷം 6-ാം അധ്യായം 35 തൊട്ടൊന്ന് വായിച്ചേ. മാർക്ക് 6:35 ഓൺവേർഡ്സ്. മർക്കോസ് 6:35 മുതൽ. പിന്നെ നേരം നന്നേ വൈകിട്ട്, ഇപ്പോഴാണെങ്കിൽ വൈകിട്ട് നേരത്തെ ഇരുട്ടും കേട്ടോ. ശിഷ്യന്മാർ അവന്റെ അടുക്കൽ വന്നു. എഴുത്തല്ല കൊടുത്തു വിട്ടത്, അവര് തന്നെ വന്നു. ഇത് നിർജ്ജന പ്രദേശമല്ലോ, ആസ് ഇഫ് ഹി ഡസന്റ് നോ, യേശുവിന് അറിയാത്തതുപോലെ. അടുത്തത്, നേരവും നല്ലവണ്ണം വൈകി. പ്രശ്നം ഇതാണ്. എന്താണ് ഭക്ഷിപ്പാൻ? ഇവിടെ ഭക്ഷണമില്ല. അതുകൊണ്ട് അവർ ചുറ്റുമുള്ള കുടിലുകളിലും ഊരുകളിലും ചെന്ന് ഭക്ഷിപ്പാൻ വല്ലതും കൊള്ളേണ്ടതിന് വല്ല തട്ടുകട ഹോട്ടൽ ഉള്ളിടത്തോട്ട് പോട്ടെന്ന, ഇതുങ്ങളെ വിട്, ഇവിടെ പിടിച്ചിരുത്തിയാൽ നമുക്കൊന്നും കൊടുക്കാൻ നമ്മുടെ കയ്യിലില്ല, അതുങ്ങൾ പോയി എന്തായാലും മേടിച്ച് തന്നിട്ട് വീട്ടിൽ പോട്ടെന്ന് അവരെ പറഞ്ഞയക്കണം എന്ന് പറഞ്ഞു. എന്താണ് അതുകൊണ്ട് വാട്ട് ഈസ് ദ പ്രപ്പോസൽ? അവരെ പറഞ്ഞ് അയക്കണം. ഇന്നത്തെ ദൈവസഭയുടെ ഒരു ആറ്റിറ്റ്യൂഡാണ്. ഞാൻ താഴേക്ക് വരുമ്പോൾ പറയാം. അടുത്തത് 37. അവൻ അവരോട് നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പിൻ. അത് ഇച്ചിരി ഹിന്ദി ടീച്ചറാണ്, എനിക്കറിയാം, എന്നാലും നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പിൻ. നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീൻ. ഓക്കെ, അടുത്ത വാക്യത്തോട്ട് ലിജി അങ്ങനെ വായിക്കും. ഓക്കെ നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീൻ എന്ന് കൽപ്പിച്ചതിന് ഞങ്ങൾ പോയി 200 വെള്ളിക്കാശിന് അപ്പം കൊണ്ടിട്ട് അവർക്ക് തിന്മാൻ കൊടുക്കയോ എന്ന് അവനോട് പറഞ്ഞു. അതെന്തിനാ അങ്ങനെ പറഞ്ഞെന്നറിയാമോ? ഇത്രയും പേർക്ക് ഒരു കടി വെച്ചെങ്കിൽ അപ്പം കൊടുക്കണമെങ്കിൽ 200 വെള്ളിക്കാശ് വേണം. നോക്കണേ, അപ്പോഴത്തേക്കും ട്രഷറർ പോയി എന്ത് ചെയ്തു, കാൽക്കുലേറ്റർ എടുത്ത് ബഡ്ജറ്റൊക്കെ ഉണ്ടാക്കി. ലോജിസ്റ്റിക്സ് ഒക്കെ ദേ വർ വെരി ഗുഡ്. ഞാൻ പറയാം, ആർക്ക് വേണം നമ്മുടെ ലോജിസ്റ്റിക്സ്, നമ്മുടെ ബഡ്ജറ്റും ഒക്കെ ആർക്കാ അല്ലേ? ഈ പറയുന്ന ആൾ ആരാ? 40 വർഷം ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് സ്വർഗത്തിൽ നിന്ന് കൃത്യമായിട്ട് മന്ന ഇട്ട് കൊടുത്ത് പോഷിപ്പിച്ച ആളായി പറയുന്നത്. എന്തെങ്കിലും കാണാതെ ഇയാളിത് പറയുമോ? ആലോചിച്ച് നോക്കിയേ അല്ലേ? പക്ഷെ അത് കേട്ട് വിശ്വസിക്കാൻ, ഈ ആളിനെ വിശ്വസിക്കാൻ ഇവർക്ക് പറ്റുന്നില്ല.
ഇവർ നോക്കുന്നത് മുഴുവൻ മുന്നിലിരിക്കുന്ന അസാധ്യതയാണ് നോക്കുന്നത്. ബിഗ് മൾട്ടിറ്റ്യൂഡ്, റിമോട്ട് പ്ലേസ്, ഇറ്റ്സ് ഓൾറെഡി ലേറ്റ്, ഡോണ്ട് ഹാവ് മണി, ഇത്തരം കാര്യങ്ങളായി. വലിയ പുരുഷാരം, നേരം ഇരുട്ടി, കൈ പൈസയില്ല. ഇതൊക്കെയാണ് അവർ പറയുന്നത്. അപ്പോഴെല്ലാം കർത്താവ് പറയും, നിങ്ങൾ കൊടുക്കുക കഴിക്കാൻ. എങ്ങനെയാണ് കർത്താവെന്ന് കർത്താവിൻ്റെ മുഖത്തോട്ട് നോക്ക്. ഇവർ കർത്താവിൻ്റെ മുഖത്തേക്കല്ല നോക്കുന്നത്, അസാധ്യങ്ങളിലേക്കാണ് നോക്കുന്നത്. ഇന്ന് ദൈവസഭയോടും ദൈവാത്മാവ് പറയുന്ന ഇതാണ്, നിങ്ങൾ ഈ നശിച്ചു പോകുന്ന പുരുഷാരത്തോട് പോയി എന്ത് ചെയ്യണം? ജീവൻ്റെ അപ്പമായ യേശുവിനെ കൊടുക്കണം. അല്ലേ? അതല്ലേ നമ്മളോട് പറയുന്നത്. പക്ഷെ നമ്മളിരുന്നുകൊണ്ട് എന്താ പറയുന്നത്? നമ്മൾ ഓരോ ഒഴിവൊഴി പറയും. ഇനിയിപ്പം പഴയ പോലെ ഇന്ത്യയിൽ കാര്യങ്ങളൊന്നും നടക്കില്ല, പുതിയ നിയമമൊക്കെ പാസ്സായി, വായിച്ചില്ലേ? ഇപ്പം തന്നെ പാസ്റ്ററും ഭാര്യയും ജയിലിലായി, ജാമ്യം കിട്ടിയെന്ന് പറയുന്നു. ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ട് കിടക്കുന്നത്. എന്നോടും നിങ്ങളോടും മത്തായി 28 യേശു തന്ന ഗ്രേറ്റ് കമ്മീഷൻ അത് തന്നെയാണ്. അതിന് മാറ്റമൊന്നും വന്നിട്ടില്ല, അതിനെ അമെൻഡ് ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ. അത് തന്നെയാണ്. ഗ്രേറ്റ് കമ്മീഷൻ ഹാസ് നെവർ ബീൻ അമെൻഡഡ്. ഇറ്റ് സ്റ്റാൻഡ് സ്റ്റിൽ. അന്നത്തെ പോലെ നിന്നുകൊണ്ട് എന്താണ്? നിങ്ങൾ പോയി സകല ജാതിയോടും സുവിശേഷം പറയണം. രക്ഷിക്കപ്പെടുന്നവരെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിക്കണം. പിന്നീട് ഞാൻ കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം നിങ്ങളവരെ പഠിപ്പിച്ച് ശിഷ്യരാക്കണം. ഞാനോ ലോകാവസാനത്തോളം നിങ്ങളുടെ കൂടെ ഉണ്ട്. ഇത്രേ യേശു പറഞ്ഞുള്ളൂ. അന്നും അത്രേ പറഞ്ഞുള്ളൂ, ഇന്നും അത്രേ പറയുന്നുള്ളൂ. നമ്മളതിന് പകരം എഴുന്നോണ്ട് തിരിച്ചെന്തൊക്കെ ന്യായങ്ങളാണ് പറയുന്നത്. ശരി, അടുത്തത്, നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പാൻ പറഞ്ഞാൽ എങ്ങനെയാ? ഇവിടെ 200 വെള്ളിക്കാശിനെങ്കിലും അപ്പം വാങ്ങിക്കണ്ടേ? 38 വാക്യം. അവൻ അവരോട്, നിങ്ങൾക്ക് എത്ര അപ്പമുണ്ട് ചെന്ന് നോക്കുവിൻ എന്ന്. അടുത്തത് യേശു പറയാ, ഇവിടെ അപ്പം എത്രയുണ്ട്, ചെന്ന് നോക്ക് എന്നും കൂടെ പറഞ്ഞു. അവർ നോക്കിയിട്ട് 5 2 മീനും ഉണ്ട് എന്ന് പറഞ്ഞു. 5 അപ്പം ഉണ്ട്, 2 മീനും ഉണ്ട് എന്ന് പറഞ്ഞു. ഇതും ശരിക്കും പറഞ്ഞാൽ ഈ എല്ലാ സുവിശേഷങ്ങളിലും ഈ കഥയുണ്ട്. അത് 4 1 വെച്ചൊന്ന് കമ്പയർ ചെയ്ത് വായിച്ചാലേ ഫുൾ സ്റ്റോറി വരത്തുള്ളൂ. അപ്പോൾ അതിനകത്ത് ഈ 5 അപ്പം 2 മീനുണ്ടെന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ യോഹന്നാൻ 6:5 തൊട്ടൊന്ന് വായിച്ചേ. ജോൺ ചാപ്റ്റർ 6 വേഴ്സ് 5 ഓൺവേർഡ്സ്. അത് 5 നമ്മൾ വായിച്ചേ. 5. യേശു വലിയൊരു പുരുഷാരം തൻ്റെ അടുക്കൽ വരുന്നത് കണ്ടിട്ട് ഫിലിപ്പോസിനോട്, ഇവർക്ക് തിന്നുവാൻ നാം എവിടെ നിന്ന് അപ്പം വാങ്ങുമെന്ന്. ഇത് മറ്റുള്ളവർ വിട്ടുപോയി. യേശുവിൻ്റെ ചില നേരത്തെ ചില പരിപാടി കണ്ടാൽ നമുക്ക് ചിരി വരും. യേശു പതുക്കെ, ഫിലിപ്പേ, നമുക്കേ ഇവർക്ക് കഴിക്കാൻ നമ്മൾ എവിടെ നിന്ന് വാങ്ങിക്കും? ഏത് കേറ്ററിംഗ് കൊള്ളാം എന്നൊരു ചോദ്യം. എന്നിട്ട് അടുത്ത വാക്യം, ഇത് അവനെ പരീക്ഷിപ്പാനത്രേ ചോദിച്ചത്. യേശു വല്ലതുമൊക്കെ വന്ന് ചോദിക്കുമ്പോൾ ഒന്ന് സൂക്ഷിച്ചോണം, അത് യേശു ചിലപ്പോൾ പരീക്ഷിക്കാനായിരിക്കും. ഇന്ന് നമ്മളോടൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ യേശു ചോദിക്കുന്നത് ഓർക്കണം, നമ്മളെ ഒന്ന് പരീക്ഷിക്കാൻ ചോദിക്കുന്നതാണ്. അടുത്തത് അതിൻ്റെ കൂടെ തന്നെ ഒരു കാര്യം കൂടെ എഴുതിയിട്ടുണ്ട്, താൻ എന്ത് ചെയ്യുവാൻ പോകുന്നു. അടുത്തത് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് യേശുവിന് നല്ലോണം അറിയാമായിരുന്നു. പക്ഷേ ഞാൻ ചിലപ്പോൾ പറയും, യേശുവിന് അറിയാമായിരുന്നു, അങ്ങ് ചെയ്താൽ പോരെ, എന്തിനാ വെറുതെ അതിലെ പോയ ഫിലിപ്പോസിന് എന്താ അല്ലെ വിളിച്ചിട്ട് ഇതെങ്ങനെ നമ്മൾ കൊടുക്കും അവർക്ക്? അത് ചോദിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? യേശുവിന് അറിയാമല്ലോ എന്താ ചെയ്യാൻ പോകുന്നതെന്ന്, അല്ലേ? യേശു ദൈവമായതുകൊണ്ട് തനിക്കറിയാം. പക്ഷേ ഹി വോണ്ട് ടു ഇൻക്ലൂഡ് യു ഓൾസോ ഇൻ വാട്ട് ഈസ് ഗോയിങ് ടു ഡു. എന്താണ് താൻ ചെയ്യാൻ പോകുന്ന വലിയ പ്രവൃത്തിയിൽ എന്നെയും നിങ്ങളെയും കൂടെ ചേർക്കുവാൻ ദൈവത്തിന് താല്പര്യമുണ്ട്. അതിൻ്റെ ക്രെഡിറ്റ് യേശു ഒറ്റയ്ക്ക് കൊണ്ടുപോകത്തില്ല, നമുക്ക് കൂടെ ദൈവം തരാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ തല്ലിക്കൊന്ന നമ്മൾ യേശുവിൻ്റെ കൂടെ കൂടത്തില്ല. നമ്മൾ ഒഴിയൊഴി പറഞ്ഞ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. ശരി, അപ്പോഴെന്ത് ചെയ്തു? അടുത്തത്, ഫിലിപ്പോസ് അവനോട്, ഓരോരുത്തന് അല്പം അല്പം ലഭിക്കേണ്ടതിന് 200 പണത്തിന് അപ്പം മതിയാകില്ല. ബജറ്റ് ഉണ്ടാക്കിയത് ആരാന്ന് മനസ്സിലായല്ലോ. പുള്ളി ട്രഷറർ അല്ല കേട്ടോ. ഇനി ഓർത്തുണ്ട്, ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റാണ് കേട്ടോ ബഡ്ജറ്റ് ഉണ്ടാക്കുന്നത്, ട്രഷറർ അല്ല. അയാൾ കാഷ്യറാണ്, അല്ലേ? അയാൾ മറ്റേ സഞ്ചിയും കൊണ്ട് നടക്കുന്ന പാർട്ടിയാണ് യൂദാ. അയാൾക്ക് കണക്കൊന്നും അറിയത്തില്ല, അയാൾക്ക് മോട്ടിക്കാൻ മാത്രമേ അറിയത്തുള്ളൂ. പക്ഷേ ഇതങ്ങനെയല്ല. ഇദ്ദേഹം ഉടൻ തന്നെ കണക്ക് കറക്റ്റായിട്ട് പറഞ്ഞു, 200 വെള്ളിക്കാശിന് അപ്പം വാങ്ങിക്കണം. അടുത്തത്, ഇവിടെ ശിഷ്യന്മാരിൽ ഒരുത്തനായി ശീമോൻ പത്രോസിന്റെ സഹോദരനായ അന്ത്രയോസ് അവനോട്. അന്ത്രയോസ് ഇതിനിടയ്ക്ക് ഒരുത്തനെ പോയി കണ്ടുപിടിച്ചു. ആരാണ്? ഇവിടെ ഒരു ബാലകനുണ്ട്. ഉണ്ടോ? ഇവിടെ മാത്രമേ ഉള്ളൂ, ഈ യോഹന്നാൻ മാത്രമേ ഉള്ളൂ ഈ പയ്യൻ്റെ കാര്യം ഈ കഥയെ പറയുന്നത്. മറ്റ് 3 പേര് ഈ പയ്യനെ വിട്ടുപോയി.
അവർ ഈ കഥ മൊത്തം പറഞ്ഞു, പക്ഷേ പയ്യൻ്റെ കാര്യമില്ല. നല്ല നേരം യോഹന്നാൻ ഈ പയ്യനുണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് നമുക്ക് പിടികിട്ടിയ സോഴ്സ് എവിടെ നിന്ന് വന്നു, ഈ പയ്യൻ്റെ കയ്യിലിരുന്ന പൊതി. ശരി, ഇവിടെ ഒരു പയ്യനുണ്ട്. അവന്റെ പക്കൽ 5 യവത്തപ്പവും 2 മീനുമുണ്ട്. എങ്കിലും ഇത്ര പേർക്ക് അത് എന്തുള്ളൂ എന്ന്. ആ സ്റ്റേറ്റ്മെന്റ് എന്തുവാ? അതിൻ്റെ അർത്ഥം കുറെ നേരമായിട്ട് നിങ്ങൾ ഇവർക്ക് തിന്നാൻ കൊടുക്ക്. ഞാനിവിടെ എല്ലാം നടന്നിട്ട് ഇവിടെ ഒരു ചെറുക്കൻ്റെ നണ്ടൊരു പൊതിയുണ്ട്, ദേ ഈ 5 മീൻ, 5 അപ്പവും 2 മീൻ, ഇതുകൊണ്ട് എന്തോ ആവാനാ? അതിൻ്റെ അർത്ഥം ദാറ്റ് വാസ് എ വെരി നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്. എന്തുവാ ആ ശിഷ്യൻ പറയാൻ ഉദ്ദേശിക്കുന്നത്? യേശുവേ, നീ ഇവർക്കൊക്കെ കൊടുക്കാൻ പറഞ്ഞ് ഇവിടെ ഇല്ല, ഇവിടെ ഉള്ളത് കണ്ട് ഇത്രയാ, ഇതുകൊണ്ട് എന്തോ ആവാനാ എന്ന് പറഞ്ഞ് നെഗറ്റീവായിട്ട്. അതുകൊണ്ട് ഇനിയെങ്കിലും ഇവരെ പറഞ്ഞു വിട്. ഇതാ ആ ശിഷ്യനും പറയുന്നത്. യേശുവാണ് വിടുന്ന ലക്ഷണമില്ല. കാരണം യേശു എന്താ ചെയ്യാൻ പോകുന്നതെന്ന് യേശുവിന് അറിയാമായിരുന്നുണ്ട്. ശരി, യേശു ചെയ്യാൻ പോവാ. അടുത്തത്, ആളുകളെ ഇരുത്തുവിൻ എന്ന് യേശു പറഞ്ഞു. ആളുകളെ ഇരുത്തുവിൻ. ഇവിടെയാണ് വലിയ പ്രശ്നം. ആളുകളടുത്ത് പറഞ്ഞാൽ മതി, അവരിയ്ക്കും. വിശന്നിരിക്കുമ്പം ഇരിക്കാൻ പറഞ്ഞാലാണോ പാട്? ഇരിക്കും. പക്ഷെ പ്രശ്നം ഇരുത്തുവിൻ. എന്ത് പറഞ്ഞാൽ ഇരുത്താൻ പോന്നേ? എന്ത് കണ്ടിട്ടാണ് ഇരുത്താൻ പോന്നേ? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഈ കഥ ഇങ്ങനെ വായിക്കുമ്പോഴാണ് അതിൻ്റെ ഫുൾ പിക്ചർ വരുന്നത്, അല്ലേ? ഇപ്പം നിങ്ങളെല്ലാം കൂടെ ഇവിടെ ഇരിക്കുക. എന്നിവിടെ ഉച്ച കഴിഞ്ഞ് നിങ്ങൾക്കൊക്കെ ചോറ് തരാൻ തീരുമാനിച്ചു. പക്ഷേ ചോറിനുള്ള ഒരു ഏർപ്പാടും കണ്ടിട്ടില്ല. ഇവിടെ ഒന്നുമില്ല. ഇന്നൊരു ബന്ധാണ്, എങ്ങും ഭക്ഷണം മേടിക്കാനും പറ്റത്തില്ല. ഇനി അടുത്തത് പൈസയില്ല. പക്ഷേ നിങ്ങൾ ഇത്രയും പേരുണ്ട്, നിങ്ങൾക്കിന്ന് ചോറ് കൊടുക്കണമെന്ന് തീരുമാനിച്ചു. ആലോചിച്ച് നോക്കിയേ. അപ്പം നിങ്ങളോട് പറയാ, നിങ്ങളെല്ലാം മോളിൽ പോയി അവിടെ പോയി കസേരയിട്ട് എല്ലാവരും എന്ത് ചെയ്യണം? ഞായറാഴ്ച എന്നും ഇരിക്കുന്ന പോലെ ഇരിക്കണം. ചോറുണ്ട് കേട്ടോ എന്ന്. ചിലരൊക്കെ ഞെട്ടുന്നേ, ഇല്ലേ, ഞാൻ വീട്ടിൽ ചോറ് വെച്ചുമില്ല. അപ്പം ഈ വരിയായിട്ടും പന്തിയായിട്ടും ഇരുത്തുന്നവർക്കൊരു വലിയ ജോലിയുണ്ട്. അതൊരു വലിയ റിസ്ക്കാണ്. എന്ത് പറഞ്ഞിട്ട് പന്തിയായിട്ട് ഇരുത്തും? ഇരുത്തിയാൽ പിന്നെ കൊടുക്കണം, അല്ലേ? കൊടുക്കാൻ നമ്മളൊന്നും ഇല്ല, അവിടെ ഒന്നും കണ്ടിട്ടില്ല, ഫുഡില്ല എന്നറിഞ്ഞിട്ട് തന്നെ പോയി ജനത്തെ ഇരുത്താനുള്ള ധൈര്യമുണ്ടോ? ഇവിടെയാണ് കാഴ്ചയാലല്ല വിശ്വാസത്താലത്രേ. ഞാൻ ഈ പറഞ്ഞ പോലെ കേറ്ററിംഗ് വാൻ താഴെ വന്ന് ഫുഡ് മുഴുവൻ മേളിക്കൊണ്ട് അവിടെ വെച്ചിട്ട് അത് കണ്ടിട്ടേ ഞാൻ ഇരുത്തുള്ളൂ എന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. ഞാനൊന്നും കാണണ്ട, ഞാനൊന്നും കാണാതെ എൻ്റെ കർത്താവിൻ്റെ വാക്കിൽ വിശ്വസിച്ചാൽ അവിടെയാണ് ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നത്. ഹൗ മെനി ബിലീവ് ദാറ്റ്? അങ്ങനെയാണെങ്കിൽ ഇന്ന് ഒന്നും നിങ്ങൾ കാണാതെ നിങ്ങൾ പറയുമോ, എൻ്റെ ദൈവത്തിൽ ഞാൻ ആശ്രയിക്കുന്നു? നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പല വിഷയങ്ങളുണ്ട്, നിങ്ങൾ മുന്നോട്ട് ആഗ്രഹിക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്, പക്ഷേ അതിൻ്റെ ഒരു സൈനും ഇല്ല, അതിൻ്റെ ഒരു ലക്ഷണവും ഇല്ല, അല്ലേ? പറയാൻ പോലും. ഈ ഇടയ്ക്കൊരു അമ്മ എന്നോട് പറഞ്ഞാൽ, എൻ്റെ മോടെ കല്യാണം വർഷങ്ങളായിട്ട് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ചിലതൊക്കെ കണ്ടു, ഇപ്പം പേരിന് പോലും ഒരു പ്രപ്പോസൽ വരുന്നില്ല. ഒരമ്മ കരഞ്ഞുകൊണ്ട് പറഞ്ഞാൽ, ചുമ്മാ എങ്കിലും ഒരു പ്രപ്പോസൽ, ചുമ്മാ ഈ M4 മാരിയിലൊക്കെ കൊടുത്ത് അവസാനം ചുമ്മാ പോലും ഒരു പ്രപ്പോസൽ വരുന്നില്ല. അതിൻ്റെ അർത്ഥം ഇനിയിപ്പം മോടെ കല്യാണം നടക്കുമെന്ന് തോന്നുന്നില്ല. ഇങ്ങനെ പറയുന്ന അമ്മമാരുണ്ട്. പക്ഷെ ഞാൻ പറയട്ടെ, എല്ലാ ആശയും നശിക്കുമ്പം, എല്ലാ കഥവും അടയുമ്പം, അവിടെ എൻ്റെ കർത്താവ് വിശ്വസ്തനാണെങ്കിൽ, എന്നോട് എൻ്റെ കർത്താവ് ഒരു വാക്ക് തന്നിട്ടുണ്ടെങ്കിൽ, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല എന്നെൻ്റെ കർത്താവ് എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അത് ഞാൻ വിശ്വസിച്ചുകൊണ്ട്, എൻ്റെ കർത്താവേ, നീ വാക്ക് പറഞ്ഞെങ്കിൽ മാറിക്കളയുവാൻ നീ മനുഷ്യനല്ലല്ലോ, അങ്ങനെയെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു കർത്താവേ. പന്തിയായിട്ട് ഇരുത്താൻ കർത്താവ് പറഞ്ഞ വിശ്വാസത്തോടെ പോയി പന്തിയായിട്ട് ഇരുത്തണം പ്രിയപ്പെട്ടവരെ. പന്തിയായിട്ട് ഈ ദിവസങ്ങളിൽ സുവിശേഷത്തിൻ്റെ ഒരു വലിയ വ്യാപനം നടക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു സുവിശേഷം മുന്നേറ്റം നമ്മുടെ ദേശത്തുണ്ടാകും. പക്ഷേ ആ സുവിശേഷം അവിടെ പറയുന്നതിന് മുമ്പ്, ചിലപ്പോൾ അതിന് മുമ്പ് ചില ഒരുക്കങ്ങൾ നമ്മൾ ചെയ്യണം. അതാണ് ഈ പന്തിയായിട്ട്. ഒരു വലിയ പന്തി അവിടെ നടക്കാൻ പോകണമെങ്കിൽ ആദ്യം വരിയായിട്ടൊന്ന് ഇരുത്തണം, ഇവരെ സെറ്റിൽ ചെയ്യണം, എന്നാലേ നമുക്ക് വിളമ്പാൻ പറ്റൂ. അങ്ങനെയെങ്കിൽ ഇന്ത്യയിലൊരു വലിയ ദൈവപ്രവൃത്തി നടക്കും. പക്ഷെ ആ വലിയ ദൈവപ്രവൃത്തിക്ക് മുമ്പേ ദൈവസഭയോട് ചില കാര്യങ്ങളൊന്ന് ഓർഡർ ചെയ്യാൻ പറയുക, ഒന്നൊരു ഓർഡറിലാക്കാൻ വേണ്ടി, ഒരു പ്ലാറ്റ്ഫോം സെറ്റ് ചെയ്യാൻ വേണ്ടി പറയുക. സോ ദാറ്റ് ദർ വിൽ ബി എ ഗ്രേറ്റ് ഫീസ്റ്റ്. ഒരു വലിയ വിരുന്ന് ദൈവം ഒരുക്കാൻ പോവുക ഇന്ത്യയിൽ, സുവിശേഷത്തിൻ്റെ ഒരു വലിയ വിരുന്ന്. പക്ഷെ ആ വിരുന്നിലേക്ക് ചിലരെ കൊണ്ടുവന്ന് അവിടെ ഇരുത്തണം. ഹല്ലേലൂയ.
അതിനുള്ള പ്ലാറ്റ്ഫോം ഒരുക്കാനാണ് ദൈവസഭയോട് ദൈവം പറയുന്നത്. പ്രിയ എത്ര പേര് അതിനൊരു ആമയും പറയും? ആ പ്ലാറ്റ്ഫോം ഒരുക്കേണ്ടത് പാസ്റ്റർമാർ മാത്രമല്ല, എല്ലാവരും ചേർന്നാണ് ഒരുക്കേണ്ടത്. ഹല്ലേലൂയ. അവിടെ ഇരുത്താൻ പറഞ്ഞപ്പോഴത്തേക്കും അടുത്തത് എവിടെ ഇരുത്തും? അവിടെ ബെഞ്ചും ഡെസ്കും ഒന്നുമില്ല. ആ സ്ഥലത്ത് വളരെ പുല്ലുണ്ടായിരുന്നു. ആ ഭാഗ്യം, ജനത്തെ ഇരുത്താൻ പറ്റിയ പുല്ല് അവിടെ ഉണ്ടായിരുന്നു. എൻ്റെ എല്ലാം നെഗറ്റീവ് അല്ല പ്രിയപ്പെട്ടവരെ. അപ്പം ജനങ്ങൾക്ക് ഈ പറഞ്ഞ ഭക്ഷണം കഴിക്കാൻ അവിടെ ഇരുത്താൻ ഒഴുപ്പ് നല്ല പുല്ല് അവിടെ ഉണ്ടായി. ഇതുപോലെ ദൈവം ചില ഫേവറൊക്കെ വെച്ചിട്ടുണ്ടെന്നേ. അത് മരുഭൂമിയായിരുന്നു എന്ന് നേരത്തെ ഒരിടത്ത് എഴുതി, പക്ഷെ മരുഭൂമി പുല്ലും ഉണ്ടായിരുന്നു. നിങ്ങൾ വിചാരിക്കുന്നത് അത്രയ്ക്കങ്ങ് ഡ്രൈ അല്ല പ്രിയപ്പെട്ടവരെ, അല്ലേ? ചില പച്ചപ്പൊക്കെ ഉണ്ടെന്ന്, പുല്ലൊക്കെ ഉണ്ട്, അവിടെ നിന്ന് ഇരുത്ത്. അടുത്തത് 5000-ഓളം പുരുഷന്മാർ ഇരുന്നു. ഓ, അന്ന് സ്ത്രീകളൊന്നും പുരുഷന്മാരുടെ കൂടെ ഇരിക്കത്തില്ല, അവരൊക്കെ ഇങ്ങനെ നിന്നു. 5000 പുരുഷന്മാർ തന്നെ അവിടെ ഈ ചാപ്പാട് കണ്ടപ്പോൾ പുരുഷന്മാരെല്ലാം ചാടിയങ്ങ് ഇരുന്നു. അതൊരു നാണക്കേടായിപ്പോയി കേട്ടോ. പുരുഷന്മാരെ നമുക്കൊരു മോശമായിപ്പോയി. പുരുഷന്മാരെല്ലാം ചാടിക്കയറി പറയേണ്ട ദിവസം അങ്ങ് ഇരുന്നു, അല്ലേ? അടുത്തത് പിന്നെ യേശു അപ്പമെടുത്ത് വാഴ്ത്തി ഇരുന്നവർക്ക് പങ്കിട്ട് കൊടുത്തു. അങ്ങനെ തന്നെ മീനും വേണ്ടുന്നിടത്തോളം കൊടുത്തു. കഥ നമുക്കറിയാം. 12 കൊട്ട ശേഷിച്ചത് അതൊന്നും കളയരുതെന്ന് പറഞ്ഞ് എന്ത് ചെയ്തു? പിറക്കി കൊട്ടയിലെടുത്ത് 12 അപ്പോസ്തലന്മാരും വീട്ടിൽ പോയപ്പോൾ എങ്ങനെയായിരിക്കും പോയത്? 12 കൊട്ടയും തലയെ വെച്ച് പോയി. ഞാൻ എപ്പോഴും പറയും, വീട്ടിൽ ചെന്നപ്പം അമ്മായിയമ്മ പത്രോസിനോട് ചോദിച്ചു, മരുമോനെ ഇത് എന്തോന്നടാ ഇത്? എൻ്റെ അമ്മച്ചി ഒന്നും പറയണ്ട, ഇന്ന് ദൈവം നോക്കിയിട്ടൊരു പണി തന്നു. എന്താണെന്നറിയാം? ഞങ്ങളൊക്കെ ചെന്ന് പറഞ്ഞുവിടാം. ഒരുത്തൻ കാൽക്കുലേറ്റർ എടുത്ത് 200 പണം വേണമെന്ന് പറഞ്ഞു. വേറൊരുത്തൻ പറഞ്ഞു, അയ്യോ. അവസാനം ഞങ്ങളൊക്കെ നാണം കെട്ടുപോയി. അങ്ങ് വരിയായിട്ട് ഇരുത്താനും പറഞ്ഞ് നമ്മൾ എന്തോന്ന് പറഞ്ഞ് ഇരുത്തും. അങ്ങ് ഇരുത്തി ജനങ്ങളാ പുരുഷന്മാരങ്ങ് ചാടിക്കയറി അങ്ങ് ഇരുന്ന്. നമ്മളെ കുറേ നേരം മുള്ളി നിർത്തി കളഞ്ഞ്. ഭാഗ്യത്തിന് ഒരു പൊടിപ്പയൽ ഒരു പൊതിയും കൊണ്ടുവന്ന് അവനെ പോയി അന്ത്രയോസ് പിടിച്ചോണ്ട് വന്ന് യേശുവിൻ്റെ കൈ കൊടുത്ത്. നല്ല നേരം യേശുവിന് അത്ഭുതം ചെയ്യാൻ ഒരു പൊതി ഉണ്ടായിരുന്നത് ഭാഗ്യം. കണ്ടോ? ചിലപ്പോൾ നിങ്ങളുടെ കൊച്ചു പൊതിയിലായിരിക്കും ദൈവം ഒരു വലിയ അത്ഭുതം ചെയ്യുന്നത്. പക്ഷേ ചെറുക്കൻ ആ പൊതി കഴിക്കാതെ അവനും വെച്ചുകൊണ്ടിരുന്നതിലാണ് എനിക്ക് അതിശയം. എന്നൊക്കെയാണെങ്കിൽ സ്കൂൾ ബസ്സിൽ അങ്ങോട്ട് പോകുമ്പോഴേ പിള്ളേർ ലഞ്ച് കഴിക്കും, എന്നിട്ട് പിന്നെ ഉച്ചയ്ക്ക് ക്യാൻറ്റീനിൽ പോയി കഴിക്കും. ഇതല്ലേ നിങ്ങളുടെ പിള്ളേർ? ഇപ്പോഴത്തെ പിള്ളേർ. ആ ചെറുക്കനത് നിങ്ങളുടെ മോനാകാത്തത് ഭാഗ്യം. അവൻ ഈ പൊതി പ്രിസർവ് ചെയ്ത് അവസാനം വരെ അത്ഭുതത്തിന് വേണ്ടി വെച്ചിരുന്നു, അല്ലേ? ശരിക്കും പറഞ്ഞാൽ ഞാൻ പറയാൻ വന്നൊരൊറ്റ പോയിന്റ് പറയാൻ ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് എന്താണെന്നറിയാമോ? Sometimes we are in a hurry to send away people whom the Lord wants us to help. ദൈവം നമ്മൾ സഹായിക്കണം എന്നാഗ്രഹിച്ച് നമ്മുടെ അടുത്തേക്ക് അയക്കുന്ന ആൾക്കാരെ എത്രയും പെട്ടെന്ന് പറഞ്ഞു വിടാൻ നമുക്കൊരു തിടുക്കമുണ്ട്. ഞാൻ ഇന്നലെ കോഴിക്കോട്ടൊരു മീറ്റിംഗ് പറയായിരുന്നു. ആസ് എ പാസ്റ്റർ എൻ്റെ അടുത്തേക്ക് ദൈവം അയച്ച അനേകരെ ഞാൻ എൻ്റെ അവിശ്വാസം കൊണ്ട് പറഞ്ഞു വിട്ടിട്ടുണ്ട്. ഇനിയെങ്കിലും ഈ അബദ്ധം പറ്റരുത്. സഭയിലേക്ക് ദൈവം അനേകരെ അയക്കും, നമ്മുടെ ജീവിതങ്ങളിലേക്ക് അനേകരെ അയക്കും, നമ്മുടെ വീടുകളിലേക്ക് അനേകരെ അയക്കും, അല്ലേ? ദൈവം അവിടെ എന്തോ ചെയ്യാൻ, ദൈവം എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ദൈവം കണ്ടിട്ടുണ്ട്. പക്ഷേ നമ്മളെ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി എന്തെങ്കിലും പറയും. അപ്പോഴെന്ത് ചെയ്യണം? കർത്താവേ, എനിക്കറിയത്തില്ല, നീ പറഞ്ഞതെങ്കിൽ എന്തെങ്കിലും കണ്ടിട്ടായിരിക്കും പറഞ്ഞത്, നീ എന്ത് കണ്ടോ അത് ചെയ്തോ, ഞാൻ കൂടെ നിൽക്കാം എന്ന് മാത്രം ഒന്ന് കൂടെ നിന്നാൽ മതി. അത്ഭുതങ്ങൾ ദൈവം ചെയ്യും. പ്രിയപ്പെട്ടവരെ, കണ്ണടയ്ക്കാം, ഒരു നിമിഷം കണ്ണടയ്ക്കാം, ഒരു നിമിഷം എല്ലാവരും ഒന്ന് കണ്ണടച്ചാട്ടെ. കർത്താവേ, അത്ഭുതങ്ങളുടെ ദൈവം ഇന്നും ജീവിക്കുന്നതിനായിട്ട് സ്തോത്രം. കർത്താവെ, വഴി അടഞ്ഞു, അസാധ്യമെന്ന് ഞങ്ങളെല്ലാം ചിന്തിച്ചെടുത്ത് കർത്താവെ വാതിലുകൾ തുറന്ന് കർത്താവെ, അത് ഒരാൾക്കല്ല കർത്താവെ, ആയിരക്കണക്ക് വ്യക്തികൾക്ക് അനുഗ്രഹമായല്ല കർത്താവെ. ആ പയ്യൻ കൊണ്ടുവന്ന ഒരു പൊതി കർത്താവെ, അത് ആയിരങ്ങൾക്ക് കർത്താവ് വിശപ്പടക്കുവാനിടയായല്ല, മിച്ചമെടുത്ത് വീട്ടിൽ കൊണ്ടുപോയല്ലപ്പാ. ദൈവം ഇതുപോലെ പ്രവർത്തിക്കുവാനായിട്ട് ദൈവം കർത്താവെ ഇന്നും വിശ്വസ്തനാണ്, ശക്തിമാനാണ്. ഇന്നും ഞങ്ങളുടെ കർത്താവ് ഞങ്ങളോട് എന്തെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഞങ്ങൾ അവിശ്വാസം കൊണ്ട് കർത്താവെ അത് തള്ളിക്കളയുന്നപ്പാ. ഞങ്ങളുടെ അടുത്തേക്ക് നീ അയച്ച പലരെ ഞങ്ങളുടെ അവിശ്വാസം കാരണം ഞങ്ങൾ പറഞ്ഞു വിട്ടുപോയപ്പാ, ഞങ്ങളോട് ക്ഷമിക്കണമേ എന്നും പ്രാർത്ഥിക്കുന്നു. ഇന്നു മുതൽ കർത്താവെ, ഞങ്ങൾ അങ്ങയുടെ വാക്ക് കേട്ട് വിശ്വാസത്താൽ കർത്താവെ ഞങ്ങൾ മുന്നോട്ട് പ്രവർത്തിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം.
യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ. ഇന്ന് കേട്ട ഈ സന്ദേശം തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒരുപക്ഷെ നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ സന്ദേശം മറ്റു ചിലർ കൂടി ഒന്ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കിത് അനുഗ്രഹമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് മറ്റുള്ളവർക്കും ഒരു അനുഗ്രഹമായി തീരുവാൻ അത് കാരണമായി തീരും. ഗോഡ് ബ്ലെസ് യു.